ഹായ്, ഇന്ന് നമ്മളെ ഇല്ലിക്കക്കല്ല് കാണാൻ പോവാണ്. ഇത് ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസുകളും കാര്യങ്ങളുമാണ്. നമ്മളെപ്പോഴും കാണുന്ന ഈ ഒരു ഭാഗം മാത്രമായിരിക്കും അല്ലേ. കോട്ടയം ജില്ലയിൽ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് നമ്മുടെ ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്നത്. 4000 അടി ഉയരത്തിൽ 3 കല്ലുകൾ ചേർന്നുണ്ടായതാണ് ഇല്ലിക്കക്കല്ല് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ കല്ലിനെ കൂനൻ കല്ല് എന്നും സർപ്പാകൃതിയിലുള്ള കല്ലിനെ കൂടക്കല്ല് എന്നും പറയുന്നു. നമ്മൾ ഈ ഒരു ഭാഗമാണ് എപ്പോഴും കാണാറുള്ളത്. ഇതിന് ബന്ധിപ്പിച്ച് 2016 ഇവിടെ നിന്ന് 3 പേര് മരിച്ചത് കാരണം, അതായത് ഇവിടുന്ന് കാൽ വഴുതി പോയതിന് ശേഷമാണ് ഇവിടെ ഈ കാണുന്ന കമ്പി വേലിയും കാര്യങ്ങളുമൊക്കെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുൻപ് 2016 മുൻപ് വരെ ഇവിടുന്ന് ആ ഒരു റോക്ക് പില്ലിനടുത്തേക്ക് യാത്ര പോകാൻ കഴിയുമായിരുന്നു. അരയടി മാത്രം വീതിയുള്ള ഈ ഒരു പാതയെ നരകപ്പാലം എന്നാണ് വിളിക്കുന്നത്. പിന്നീട് ആളുകൾ മരണപ്പെട്ടതിന് ശേഷമാണ് ഇവിടം അടച്ചു കെട്ടുകയും നരകപ്പാലത്തിലേക്കുള്ള യാത്ര സർക്കാർ നിരോധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗമല്ലാതെ മറു സൈഡിൽ കൂടെ നമുക്ക് ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു മനോഹാരിത കാണാം. അവിടെയായിട്ട്, അതായത് ഈ റോക്കിന് അടിയിലായിട്ട് ഒരു ചെറിയ ഗുഹയുണ്ട്. പിന്നെ നരകപ്പാലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മറു സൈഡിലൊരു ചെറിയ വഴിയുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന ഈ കൂടക്കല്ലിനും സർപ്പക്കല്ലിനും ഒക്കെ അപ്പുറത്തുള്ള ഒരു ഭാഗത്ത് നിന്നാൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് കാണാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് ആ മറു സൈഡിലുള്ള, കണ്ടോ, ആ ഏറ്റവും മണ്ടയിൽ കാണുന്ന ആ ഒരു റോക്കാണ് നമ്മുടെ ഇല്ലിക്കല്ലിൻ്റെ മറു സൈഡ് ഭാഗമാണ് ഇത്. ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ. ഇവിടെ ഇതിൻ്റെ മണ്ടയിലേക്ക് കയറാൻ അപ്പുറത്തെ സൈഡിലുള്ളതുപോലെയുള്ള യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ വരെ ഉള്ളു വഴി എന്ന് പറയുന്നത്. അപ്പോൾ വഴി ഇവിടെ അവസാനിക്കുകയാണ്. ഈ വഴി വന്നതിന് ശേഷം നമ്മളിവിടുന്ന് എന്താ പറയുന്നത്, നടന്ന് കയറണം. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ റോഡും കാര്യങ്ങളും ഒന്നും തെളിഞ്ഞു കാണില്ല. ഇപ്പോൾ വേനലായതുകൊണ്ട് മാത്രം നമുക്ക് നടന്ന് കയറി പോകാനുള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര അഡ്വഞ്ചറാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർ അവനവൻ്റെ സേഫ്റ്റി സ്വയം നോക്കി വരുന്ന ആളുകൾ മാത്രമാണ് ഈ ഒരു ഭാഗത്തൂടി ഇല്ലിക്കല്ലിൻ്റെ ഒരു ഭാഗം കാണുന്നത്. അതുമാത്രമല്ല, ഇതൊരു ഭയങ്കര സൂയിസൈഡ് പോയിൻറ്റും കൂടിയാണെന്ന് ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇല്ലിക്കല്ലിൻ്റെ മറു സൈഡ് പോയി നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. ചെകുത്തനെയുള്ള കയറ്റമാണ് അങ്ങോട്ടേക്ക്. ഭയങ്കരമായ പാറക്കെട്ടുകളാണ്, ചെതറിക്കിടക്കുന്ന ചെറു കല്ലുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ തന്നെ നമ്മൾ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ നമ്മുടെ കാല് ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആ ടോപ്പിൽ നിന്ന് താഴേക്ക് പോവുക അല്ലാതെ തങ്ങി നിൽക്കാൻ പോലും ഒരു എന്താ പറയുക, യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ വളരെ ഡേഞ്ചറായിട്ടുള്ള ചെകുത്തായ പാറയാണ് ഇത്, കണ്ടോ. അപ്പോൾ ഈ ഒരു പാറയിലൂടെ അള്ളിപ്പിടിച്ച് കയറണം നമ്മൾ കയറിപ്പോകാം. ഈ ഭാഗത്തൂടി ചെറിയ കല്ലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വഴി എന്ന് പറയുന്ന ഒരു കാര്യമൊന്നുമില്ല. ആളുകൾ ഇറങ്ങി പോന്നിട്ടുള്ള ചെറിയ ഒരു പാറക്കൂട്ടത്തിനിടയിലുള്ള ഒരു ചെറിയ ചാല് വഴി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പുല്ലും ഗ്രാസും ഒക്കെ നന്നായിട്ട് വളർന്നിട്ട് ഇവിടെ ഒരു വഴി ഉണ്ടോയെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുപോലെ അഡ്വഞ്ചറാണ് ഇവിടെ. അതുപോലെ തന്നെ ഇല്ലിക്കക്കല്ലിൻ്റെ മറുഭാഗമായത് ഈ ഒരു ഭാഗം ഏറ്റവും ഒരു ടോപ്പ് സൂയിസൈഡ് പോയിന്റ് കൂടി. ഈ ടോപ്പ് സൂയിസൈഡ് പോയിൻ്റാണ് കേട്ടോ എനിക്ക് മുകളിലായിട്ട് കാണുന്നത്. അതായത് നമ്മൾ കാണുന്ന കൂടക്കല്ല് എന്ന് പറയുന്ന ആ ഭാഗമാണ്, ആ റോക്കാൻ്റെ മുകൾ ഭാഗമാണ് ആ മേളിൽ കാണുന്നത്. ഇപ്പോൾ കയറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4000 അടി ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്ന ഒരു അഡ്വഞ്ചർ ഭാഗമുണ്ടല്ലോ, ഇവിടേക്ക് കയറാൻ വേണ്ടി യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരു ഭാഗമാണ്. ഇവിടെ നമ്മൾ ഈ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കയറുന്നവരുണ്ട്. പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും വന്ന് കയറുന്നവരുണ്ട്. പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഭയം ജനിക്കും. കാരണം 4000 അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് മാത്രമല്ല നല്ല കാറ്റാണ് അവിടെ. ആ ഒരു ഭാഗത്ത് നല്ലതായിട്ട് കാറ്റടിക്കും. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഭാഗത്തു നിന്ന് കുറച്ച് മുകളിലായിട്ടാണ് ഈ പറഞ്ഞ റോക്കിൻ്റെ തലഭാഗം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ
അതിൻ്റെ മണ്ടയിൽ ഒരു കുരിശൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയാണ് ശരിക്കും ഈ ഫോട്ടോയിലൊക്കെ നമ്മൾ കാണുന്ന സി എ എന്ന് പറയുന്ന നമ്മുടെ ദുൽഖർ സൽമാൻ്റെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഭാഗം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു കുരിശും കാര്യങ്ങളുമൊക്കെ ഈ ഒരു ടോപ്പ് എന്നാ പറയുന്ന ആ ഒരു കൂടക്കല്ലിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഈ ഒരു കൂടക്കല്ലിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ഈ പറഞ്ഞ ഗുഹയും കാര്യങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു താഴെ ഭാഗത്ത്, അതായത് ആ കൂടക്കല്ലിന് വളരെ താഴെയായിട്ട് ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കാലൊക്കെ ശരിക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാലൊക്കെ വിറയ്ക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും ഭയം തോന്നിയത്, നമ്മൾ അവിടെ വന്നിട്ട് നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഭയം തോന്നും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിയപ്പോൾ തന്നെ കുറേ ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കയറിയത്രയും വഴി നമ്മൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് വഴി അറിയാതെ പോകും. കാര്യം നമ്മൾ കയറി വന്ന സ്ഥലങ്ങളും ഭാഗങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം തിരിച്ചിറങ്ങി പോകാൻ വഴിയെ നമുക്ക് തെറ്റിപ്പോകും. നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗമല്ല, ഇതിൻ്റെ ടോപ്പ് ഭാഗമാണ്, ഏറ്റവും മുകൾ ഭാഗമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് ശരിക്കും കാല് വഴുതുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കൂടുതൽ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരിക്കലാവാം ആ ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ച് പോകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ടോപ്പ് സൂയിസൈഡ് പോയിൻ്റ് എത്തിയപ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്ത ഭയമല്ല, ശരിക്കും നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നും. പിന്നെ കാലൊക്കെ ഇങ്ങനെ ശരിക്കും സ്ലിപ്പാവുന്നത് പോലെ ഒരു ഇത്. കുറേ നമ്മൾ കയറി പോകുന്നു, ഇതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ തന്നെ ശരിക്കും മടുക്കും. അത് വേറൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇനി മുകളിലേക്ക് ആ കൂടക്കല്ലിൻ്റെ മണ്ടയിലേക്ക് കയറുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം എന്നെ ശരിക്കും വിറയ്ക്കണുണ്ടായിരുന്നു. ഞാനപ്പോൾ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ ഭാഗത്തുള്ള പാറയിൽ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഇതാണ് അതിൻ്റെ മുകളിലേക്ക് കാണുന്നതാണ് ശരിക്കും നമ്മൾ കയറി ചെന്ന് കാണേണ്ട ഗുഹയുള്ളത്. കാര്യം അതിൻ്റെ ടോപ്പിൽ വരെ എത്തിയിട്ട് കാണാതെ പോകുന്നതിൽ വിഷമമുണ്ട്. പക്ഷേങ്കിൽ കയറാൻ വേണ്ടിയിട്ട് യാതൊരു നിർവാഹവും ഇല്ല. എനിക്ക് ശരിക്കും തല കറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് മാത്രമല്ല ടൈമും ഒരുപാടായിട്ടുണ്ട്. ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഒരു 6:15 സമയമാണ് ഇപ്പോൾ ആ ഒരു ടൈമെന്ന് പറയുന്നത്. ഇനി നമ്മൾ തിരിച്ചിറങ്ങി താഴേക്ക് ഇത് കണ്ടോ, നമ്മൾ വന്ന റോഡ് താഴെ കാണാം. അപ്പം നമ്മൾ അത്രയും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. 4000 അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, വെളുത്ത വര പോലെ കാണുന്നത്, അതാണ് ശരിക്കും പറഞ്ഞ റോഡ്. അവിടെ വരെ നമ്മളിനി തിരിച്ചിറങ്ങി ചെല്ലുമ്പോൾ എങ്ങനെ പോയാലും ഒരു 7:30 ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സന്ധ്യ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പതിയെ തിരിച്ചിറങ്ങാമെന്ന് പറഞ്ഞു. എനിക്ക് കയറി പോകാനായിട്ട് പറ്റണില്ലായിരുന്നില്ല. ഇനി ഒരിക്കൽ വന്നിട്ട് ആ ഗുഹയും കാര്യങ്ങളും ഒക്കെ കാണാം, കുറച്ച് നേരത്തെ വന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. നേരെ ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി തുടങ്ങി. അങ്ങനെ ഇതേ താഴെ വന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് നല്ല ഇപ്പോൾ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോവാമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി ഒരു ചെറിയ ചായയും കാര്യങ്ങളൊക്കെ ഒരു കടയുണ്ട്. അവിടെ നല്ലൊരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. അതിന് ശേഷം തിരിച്ച് പോവാമെന്ന് വിചാരിക്കുന്നു. നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് അതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് നിരാശയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇനി ഒരിക്കൽ വന്നിട്ട് അവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മറു സൈഡിൽ വേലിയും കാര്യങ്ങളും ഒക്കെ ആയതുപോലെ തന്നെ ഇവിടെയും ആ ഒരു സെയിം ഇതൊക്കെ ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഭയങ്കര അഡ്വഞ്ചറാണ്. അപ്പോൾ ഇതേ നല്ല ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നല്ല കാഴ്ചകളുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ദേവു. ടാറ്റാ.